ബാങ്കുകൾക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി NRI നിക്ഷേപങ്ങളുടെ പലിശ പരിധി റിസർവ് ബാങ്ക് താൽക്കാലികമായി നീക്കിയിരിക്കുന്നു. 3 മുതൽ 5 വർഷം വരെയുള്ള പുതിയ FCNR നിക്ഷേപങ്ങൾക്കും 3 വർഷമോ അതിൽ കൂടുതലോ കാലാവധിയുള്ള NRI അക്കൗണ്ടുകൾക്കുമാണ് ഈ ഇളവ് ബാധകം. ഉടനടി പ്രാബല്യത്തിൽ വന്ന ഈ ഉത്തരവ് 2026 സെപ്റ്റംബർ 30 വരെ തുടരും. ദീർഘകാല ബാധ്യതകൾ രൂപീകരിക്കുന്നതിനും ലിക്വിഡിറ്റി ബഫറുകൾ നിലനിർത്തുന്നതിലും വെല്ലുവിളി നേരിടുന്ന ബാങ്കുകൾക്ക് ഈ നടപടി വലിയ പ്രയോജനം ചെയ്യും. എന്താണ് FCNR? ആർക്കൊക്കെ നിക്ഷേപിക്കാം? അംഗീകൃത ഇന്ത്യൻ ബാങ്കുകൾ വഴി US ഡോളർ, ബ്രിട്ടീഷ് പൗണ്ട്, യൂറോ, ഓസ്ട്രേലിയൻ ഡോളർ, കനേഡിയൻ ഡോളർ, ജാപ്പനീസ് യെൻ തുടങ്ങിയ നിർദ്ദിഷ്ട വിദേശി കറൻസികളിൽ നിക്ഷേപം നടത്താനും പിൻവലിക്കാനും NRIs, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ വംശജർക്കും അവസരം നൽകുന്ന ഒരു ടേം ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ് FCNR. ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് ഇന്ത്യയിൽ ആദായ നികുതിയിൽ നിന്ന് ഇളവുണ്ട്. ഏതായാലും ലിക്വിഡിറ്റി ലെവറേജ് റേഷ്യോ വർദ്ധിപ്പിക്കുന്നതിനായി ചില ബാങ്കുകൾ 8% വരെ പലിശ നിരക്ക് വാഗ്ദാനം ചെയ്തേക്കാമെന്നാണ് കരൂർ വൈശ്യ ബാങ്ക് ട്രഷറി ഹെഡ് രാമചന്ദ്ര റെഡ്ഡി വിലയിരുത്തുന്നത്. ഇത് ബാങ്കുകളുടെ അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് കൂടുതൽ ശക്തമാക്കും. വിദേശ കറൻസി നിക്ഷേപങ്ങളുടെ മുഴുവൻ ഹെഡ്ജിംഗ് കോസ്റ്റ് റിസർവ് ബാങ്ക് വഹിക്കുകയും ഡോളർ തുല്യമായ നിരക്കിൽ മാറ്റിയെടുക്കാൻ അനുവദിക്കുകയും ചെയ്തതോടെ ബാങ്കുകൾക്ക് വലിയ തുക ലാഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻപ് ഡോളറിന്റെ അടിസ്ഥാന റെഫറൻസ് നിരക്കായ 3.63% മേൽ പരമാവധി 350 ബേസിസ് പോയിന്റ് മാത്രമേ പലിശ നൽകാനാകൂ എന്ന നിബന്ധന ഉള്ളതിനാൽ ബാങ്കുകൾക്ക് പലിശ നിരക്ക് 7.13% മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പുതിയ ഇളവുകളോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ബാങ്കുകൾ FCNRB പലിശ നിരക്കുകൾ 250 മുതൽ 450 ബേസിസ് പോയിന്റ് വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഈ നിക്ഷേപങ്ങളെ CRR, SLR നിബന്ധനകളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാദേശിക നിക്ഷേപങ്ങൾ സാധാരണയായി 1 മുതൽ 2 ലക്ഷം വരെയുള്ള കാലാവധിക്ക് മാത്രമുള്ളതാണെങ്കിൽ വിദേശ കറൻസി നിക്ഷേപങ്ങൾ ദീർഘകാലത്തേക്കുള്ളതാണ്. ഹെഡ്ജിംഗ് ചെലവുകൾ RBI ഏറ്റെടുക്കുന്നതിന് മുൻപ് 3 മുതൽ 5 വർഷം വരെയുള്ള FCNRB നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾ 3.5% മുതൽ 4% വരെ മാത്രമാണ് പലിശ നൽകിയിരുന്നത്. എന്നാൽ പുതിയ തീരുമാനം വഴി ബാങ്കുകൾക്ക് ഇനി നാട്ടിലെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്ക് വിദേശ നിക്ഷേപങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ സാധിക്കും. വിദേശ മലയാളികളിൽ നിന്നും മറ്റു പ്രവാസികളിൽ നിന്നും നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നതിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആസ്ഥാനമായുള്ള ബാങ്കുകൾ പരമ്പരാഗതമായി തന്നെ വളരെ സജീവമാണ്. ചില ബാങ്കുകൾ FCNRB നിക്ഷേപങ്ങൾക്ക് 7%-ലധികം പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നതിനാൽ തന്നെ പ്രവാസികൾക്ക് മുൻപത്തേക്കാൾ ഉയർന്ന മെച്യൂരിറ്റി തുക പ്രതീക്ഷിക്കാം. ഈ സാഹചര്യത്തിൽ ലാഭം പരമാവധിയാക്കാൻ നിക്ഷേപകർ ഉപയോഗിക്കുന്ന ഒരു റേറ്റ് ആർബിട്രേജ് തന്ത്രമാണ് ലിവറേജിംഗ്. നിങ്ങൾ ഒരു FCNR നിക്ഷേപം ആരംഭിക്കുകയും അതിന്മേൽ സെക്യൂർഡ് ഓവർനൈറ്റ് ഫൈനാൻസിംഗ് റേറ്റ് അധിഷ്ഠിതമായ ഒരു സുരക്ഷിത വായ്പ എടുക്കുകയും തുടർന്ന് ആ വായ്പാ തുക മറ്റൊരു നിക്ഷേപത്തിലേക്ക് തന്നെ വീണ്ടും നിക്ഷേപിക്കുകയും ചെയ്യുന്നു കരുതുക. FCNR നിക്ഷേപ നിരക്കുകൾ വായ്പാ ചെലവുകളേക്കാൾ വളരെ കൂടുതലായിരിക്കുമ്പോൾ മാത്രമേ ഈ തന്ത്രം ഫലപ്രദമാകൂ. ആനന്ദ് റാത്തി ഷെയർസ് ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഒരു നിക്ഷേപകൻ $10,000 സ്വന്തം മൂലധനമായി ഉപയോഗിച്ച് 10 മടങ്ങ് ലിവറേജിലൂടെ ആകെ 1 ലക്ഷം രൂപയുടെ FCNR നിക്ഷേപം നടത്തുമ്പോൾ പലിശ നിരക്കിലെ മാറ്റങ്ങൾ ലാഭനഷ്ടങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കും. വായ്പാ ചെലവ് 5.5% ആയിരിക്കുമ്പോൾ പലിശ നിരക്ക് 3.5% മാത്രമായിരിക്കുന്ന പഴയ സാഹചര്യം പ്രതിവർഷം $3,500 വരെ പലിശ ലഭിക്കുമെങ്കിലും $4,950 വായ്പാ ചെലവ് വരുന്നതിനാൽ 3 വർഷം കൊണ്ട് ആകെ $4,350 നഷ്ടം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പലിശ നിരക്ക് 6% ഉയരുമ്പോൾ പ്രതിവർഷം $6,000 പലിശ വരുമാനത്തിൽ നിന്ന് വായ്പാ ചെലവ് കുറച്ച് 3 വർഷം കൊണ്ട് $3,150 അറ്റാദായവും പലിശ നിരക്ക് 7% ആകുമ്പോൾ 3 വർഷം കൊണ്ട് $6,150 അറ്റാദായം സ്വന്തമാക്കാൻ സാധിക്കും. എങ്കിലും പലിശ നിരക്കുകൾ വായ്പാ ചെലവിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ ലിവറേജിങ്ങിന് വലിയ ലാഭം നൽകിയെങ്കിലും ഇതിൽ ഗുരുതരമായ നഷ്ട സാധ്യതകളുമുണ്ട്. FCNR നിക്ഷേപ നിരക്കുകൾ സ്ഥിരമായിരിക്കുമെങ്കിലും വായ്പ പുതുക്കുന്ന സമയത്ത് US ഡോളർ അധിഷ്ഠിത പലിശ നിരക്കായ സെക്യൂർഡ് ഓവർനൈറ്റ് ഫൈനാൻസിംഗ് റേറ്റ് ഉയർന്നാൽ വായ്പാ ചെലവ് വർദ്ധിക്കുകയും ഇത് ലാഭവിഹിതത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്തേക്കാം. കൂടാതെ 10 മടങ്ങ് ലിവറേജ് എടുക്കുന്നതിനാൽ വിപണിയിലെ ചെറിയൊരു തിരിച്ചടി പോലും മൂലധനത്തെ 10 ഇരട്ടി ശക്തിയായി ബാധിക്കുകയും പലിശ നിരക്കുകൾ തമ്മിലുള്ള വ്യത്യാസം നെഗറ്റീവ് ആയാൽ യഥാർത്ഥ നിക്ഷേപത്തിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള തുകയ്ക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണം നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇതിനൊക്കെ പുറമെ ഈ നിക്ഷേപങ്ങൾക്ക് ഇന്ത്യയിൽ നികുതിയില്ലെങ്കിലും നിക്ഷേപകർ താമസിക്കുന്ന രാജ്യത്തെ നികുതി ഘടന ലാഭത്തെ ബാധിക്കാം. ഉദാഹരണത്തിന് UAE-യിലുള്ളവർക്ക് പൂർണ്ണ പലിശയും ലഭിക്കുമ്പോൾ US-ലുള്ള പ്രവാസികൾ ഫെഡറൽ ഇൻകം ടാക്സ്, FBAR,
FATCA നിബന്ധനകൾ പാലിക്കേണ്ടി വരുന്നത് വഴി യഥാർത്ഥ ലാഭത്തിന്മേൽ 30% കുറവ് വരാനും സാധ്യതയുണ്ട്. അതിനാൽ ഈ പദ്ധതിയിൽ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ബാങ്കിലെ NRI ഡെസ്കുമായി സംസാരിക്കുക. എല്ലാ ബാങ്കുകളും ഒരേ പലിശ നിരക്കായിരിക്കില്ല നൽകുന്നത്. 3 വർഷം മുതൽ 5 വർഷം വരെ ലോക്ക് ഇൻ പീരിയഡ് ഉണ്ടാകുമെന്നും ഓർക്കുക. അടിയന്തരമായി പണം ആവശ്യമായി വരാൻ സാധ്യതയുള്ളവർ ഇത്തരം ദീർഘകാല നിക്ഷേപങ്ങളിൽ പണം മുടക്കുമ്പോൾ സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിക്കുന്നതാണ് ഉചിതം. എങ്കിലും സുരക്ഷിതമായ നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്ക് ഇത് ബാങ്കുകൾ നൽകുന്ന ഒരു മികച്ച അവസരമാണ്.